SWP ചെയ്യാനായിട്ട് നമുക്ക് വലിയ തുകകളുടെ ആവശ്യമില്ല. വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ ചെയ്യാം. നമുക്കൊരു ലൈവ് എക്സാമ്പിൾ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. 2012 ഒരു പ്രവാസം നിർത്തി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ 25 ലക്ഷം രൂപയുടെ നീക്കിയിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അത് നിപ്പോണിന്റെ ലാർജ് ക്യാപ്പ് ഫണ്ടിലിട്ട് എന്നിട്ട് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ ആ മാസം തന്നെ ആരംഭിച്ചു. 12,500 വെച്ചിട്ട് അദ്ദേഹം റിട്ടേൺ എടുത്തു. ഓരോ വർഷവും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ട് ഈ 12,500 എന്നുള്ള തുക 10% വെച്ച് കൂട്ടിക്കൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും 2026 എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഫണ്ട് തീർന്നു എന്ന് നമുക്ക് റിയൽ ഡാറ്റ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത്തരത്തിൽ നമ്മൾ കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 169 മാസം ഇദ്ദേഹം വിഡ്രോവൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിഡ്രോ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 42 ലക്ഷം രൂപ വരും. ഇന്ന് നമ്മുടെ ഡേറ്റ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22/7/2026 ആണ്. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ബാലൻസ് ഏതാണ്ട് 77 ലക്ഷമായിട്ട് വർദ്ധിച്ചതും കാണാം. ഈ ഫണ്ട് ഓരോ വർഷവും 15.47% റിട്ടേണും നൽകിയിട്ടുണ്ട്. ഓരോ വർഷവും നമ്മൾ എടുക്കുന്ന എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 2026 ആകുമ്പോൾ അദ്ദേഹം എടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 47,000 രൂപയായിട്ട് മാറിയിട്ടുണ്ടാകും. മന്ത്ലി 47,000 രൂപയ്ക്ക് ഇദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് ഒരു ഇടത്തരം കുടുംബം മാനേജ് ചെയ്യാനും സാധിക്കും. അപ്പോൾ SWP നൽകുന്ന മാജിക് എന്താണ്? നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും മാറും. ഒരിക്കലും ഈ ചേഞ്ച് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് നൽകാൻ കഴിയില്ല കേട്ടോ ബ്രോസ്. അപ്പോൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ എന്നുള്ള ഈ അതിമനോഹരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് അറിയാനായിട്ട് SWP ഒന്ന് കമന്റ് ചെയ്യാം. പേഴ്സണലായിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇത്തരത്തിലൊരു ഷീറ്റ് നിങ്ങളുടെ ബഡ്ജറ്റ് വെച്ച് ഉണ്ടാക്കി തരികയും ചെയ്യാം.